നാടൻ സ്വാദിനു വേണം തനിനാടൻ വെളിച്ചെണ്ണ. നാളികേരത്തിന്റെ നന്മ തിരിച്ചറിയാം സദൻസിലൂടെ. സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ. 80 വർഷത്തെ പാരമ്പര്യം, 3 തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ തൊട്ടരികിൽ. രുചിയൂറും വിഭവങ്ങൾ ഇനി നാവിൻ തുമ്പത്ത്. പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസ്യമാലിന്യമാണെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ലഭിച്ചിട്ടും പിണറായി സർക്കാർ അനങ്ങുന്നില്ല. പരിസ്ഥിതി വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള പിണറായിക്ക് പുഴയും മത്സ്യങ്ങളും മനുഷ്യരുമൊന്നും പ്രശ്നമല്ല. പുഴയിൽ വിഷം കലർത്തുന്ന കമ്പനികളിൽ നിന്ന് മാസപ്പടി കൃത്യമായി കിട്ടിയാൽ ഒരു നടപടിയുമില്ല. മത്സ്യമേഖലയാകെ 41 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച സമിതിയുടെ കണ്ടെത്തൽ. കോഫോസ് മുൻ വൈസ് ചാൻസലർ ബി മധുസൂദനക്കുറുപ്പ് ചെയർമാനായ സമിതിയാണ് ഈ നടുക്കുന്ന വിവരങ്ങൾ കണ്ടെത്തിയത്. റിപ്പോർട്ടുകൾക്ക് പിന്നാലെ റിപ്പോർട്ടുകൾ വന്നിട്ടും നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലും ദുരന്തത്തിന് കാരണക്കാരായ കമ്പനികൾക്കെതിരായ നടപടിയുടെ കാര്യത്തിലും മാത്രം തീരുമാനമായില്ല. പെരിയാറിൽ മത്സ്യക്കുരുതി ഉണ്ടായിട്ട് 2 മാസം കഴിഞ്ഞിരിക്കുന്നു. മത്സ്യക്കുരുതിക്ക് കാരണം രാസമാലിന്യമാണെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വിലയിരുത്തൽ അശാസ്ത്രീയമാണെന്നുമാണ് കോഫോസ് മുൻ വൈസ് ചാൻസലർ ഡോക്ടർ മധുസൂദനക്കുറുപ്പ് ചെയർമാനായ വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ. പെരിയാർ മലിനീകരണ വിരുദ്ധ സംയുക്ത സമിതി നിയോഗിച്ച സമിതിയുടെ കണക്ക് പ്രകാരം 41 കോടി രൂപയുടെ നാശനഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്. നഷ്ടപരിഹാരം നൽകാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് സമിതി റിപ്പോർട്ട് പ്രകാശനം ചെയ്തു. മെയ് 20-ന് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തതിന് പിന്നാലെ പ്രതിഷേധങ്ങൾ പലതും നടന്നെങ്കിലും ഇപ്പോഴും പെരിയാറിലേക്ക് മാലിന്യം ഒഴുകുന്നതിന് ഒരു കുറവും വന്നിട്ടില്ല. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കർഷകർക്ക് കഷ്ടപ്പാട് മാത്രം ബാക്കി. അതിലൊക്കെ ഉപരിയായി പെരിയാറിലെ ഈ വിഷജലം കുടിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ. പിണറായിയുടെ ഭരണത്തിൽ പണം കൊടുത്താൽ ആർക്കും ഇവിടെ എന്ത് നിയമലംഘനവും നടത്താമെന്ന് ഓരോ ദിവസവും കൂടുതലായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർകെ, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.